നമ്മുടെ സ്വന്തം മറിയച്ചേട്ടത്തി ഇവിടെ വന്നിട്ടുണ്ട്. മറിയച്ചേട്ടത്തി എന്ന് പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ? നമ്മുടെ അടിമാലിയിലെ മറിയച്ചേട്ടത്തി, അതാണ് ഈ മറിയച്ചേട്ടത്തി. ഓണമൊക്കെ എവിടെ വരെ എത്തി? വക്കോളം വന്നെത്തി. ഓണം വക്കോളം വന്നെത്തി. അതെ. എന്താ അങ്ങോട്ട് അകത്തോട്ട് കയറാത്തെ? വക്കി നിൽക്കുന്നത് എന്താ? വക്കത്ത് നിൽക്കണത് നമുക്ക് അരി തരാനുള്ള വണ്ടി തമിഴ്നാട്ടിൽ കൊണ്ടുപോയിട്ടേക്കുമല്ലേ. അരി തരാനുള്ള വണ്ടി തമിഴ്നാട്ടിൽ കൊണ്ടിട്ടേക്കുന്നോ? ഏത് വണ്ടി? അട്ടപ്പുറത്ത് കിടക്കുക. KSRTC ആണോ ഉദ്ദേശിച്ചത്? അത് എന്ത് വണ്ടിയാ ഉദ്ദേശിച്ചത്? ഉണ്ടായി വിനോദയാത്ര നടത്തിയ വണ്ടി. നവകേരള ബസ്. നവകേരള ബസ്സിനെ കുറിച്ചായി പറയുന്നത്. ഇപ്പൊ എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ ഇപ്പോഴും കിട്ടുന്നില്ല. ആണോ? 6 മാസമുണ്ട്. 6 മാസത്തെ പെൻഷൻ കിട്ടും. ഇപ്പൊ 2 മാസത്തെ പെൻഷൻ തരുന്നൊക്കെ പിണറായി പറയുന്നു. വാക്കാല പറയാറില്ലേ? വാക്കല്ല, അതങ്ങനെ എന്തെല്ലാം പറയാറുണ്ട്. നടക്കണ്ടോ? സുരേഷ് ഗോപിയുടെ പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ വാർത്തയൊക്കെ കണ്ടപ്പോ നാട്ടുകാരൊക്കെ തിരിച്ചറിയും ചേച്ചിയെ. ഇത് മറിയച്ചേട്ടത്തി അല്ലയോ എന്ന് ചോദിക്കാറുണ്ടോ? പിന്നെ ധാരാളം പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുമ്പോൾ ഒരു സന്തോഷമാണോ? എനിക്ക് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ദുഃഖിക്കേണ്ട കാര്യമില്ല. ഈ ഓണത്തിന് മറിയച്ചേട്ടത്തിന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാ? ഭക്ഷണം ഞങ്ങള് മത്തങ്ങ ചേന കൊച്ചുള്ള കറി, പായസം ഇഷ്ടമാണ്. ഏത് പായസം ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടം? അരിപ്പായസം ഇഷ്ടമാണ് അല്ലെ? ഈ ഓണത്തിന് വെക്കുന്നുണ്ടോ അരിപ്പായസം? വെക്കും. ഓണം ഞങ്ങൾ വീട് ആഘോഷിച്ച് കയറിക്കൂടുക. പുതിയ വീട് സുധാരൻ പണിത് KPCCയുടെ വീടാണ് അല്ലേ? കോൺഗ്രസിന്റെ വീട്ടിൽ ഇത്തവണ ഓണം ഫസ്റ്റ് ഓണം ആദ്യത്തെ ഓണം. ഒരു 300 ആളെങ്കിലും വരും. 300 ആൾക്കാരുടെ സാന്നിധ്യത്തിലാണ് ഓണം. അതെ.